സംസ്ഥാനത്ത് SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആക്ഷേപങ്ങളും പരാതികളും ഇന്നു മുതൽ തന്നെ സമർപ്പിക്കാം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. SIR നടപടികൾ നീട്ടണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. 2025 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 2,78,00,000 പേർ. SIR എന്യൂമറേഷൻ പൂർത്തിയായപ്പോൾ 24,08,000-ലധികം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ബാക്കി 2,52,42,352 വോട്ടർമാർ കരട് പട്ടികയിൽ ഇടം നേടി. ഒഴിവാക്കിയതിൽ 6,49,000-ലധികം പേർ മരിച്ചവരുടെ പട്ടികയിലാണ്. 6,45,000-ലധികം പേർ കണ്ടെത്താൻ കഴിയാത്തവരുടെ വിഭാഗത്തിലും 8,16,000-ലധികം പേർ താമസം മാറിയവർ എന്ന വിഭാഗത്തിലും ഉൾപ്പെട്ടു. കൂടാതെ 1,36,000-ലധികം പേർ ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ്. എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാത്ത 1,60,000-ലധികം പേരെ മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കി. കരട് പട്ടികയിൽ പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം. അൺകളക്റ്റബിൾ ആയി വന്നിട്ടുള്ള ലിസ്റ്റിലെ ആരെങ്കിലും ഷിഫ്റ്റഡ് ആയിട്ടുള്ളവരോ ആബ്സെന്റ് ആയിട്ടുള്ളവരോ ആർക്കെങ്കിലും പുതിയതായിട്ട് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6 പൂരിപ്പിച്ച് നൽകണം. അതിനൊപ്പം ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും. ഈ ഡിക്ലറേഷൻ ഫോം അത് കൂടി പൂരിപ്പിച്ച് നൽകണം. ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസിന്റെ പീരിയഡ് 23 ഡിസംബർ മുതൽ 22 ജനുവരി വരെ ഉള്ളതാണ്. തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. കരട് വോട്ടർ പട്ടികയുടെ കോപ്പി ജില്ലാ കളക്ടർമാർ മുഖേന വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും കൈമാറി. പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിയോജക മണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിലോ എപ്പിക് നമ്പർ നൽകിയോ പരിശോധിക്കാവുന്നതാണ്. ബൂത്ത് തലത്തിൽ പട്ടികയുടെ PDF ഡൗൺലോഡ് ചെയ്തും പരിശോധിക്കാം. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.